അപ്പൊ രണ്ട് ടൈപ്പിലാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. പീടിയാരും ഇല്ല കേട്ടാ, ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും പൂച്ച എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയാ, എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയാ. ഒരു അടിപൊളി സംഭവം കണ്ടിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ ഈടില്ല, ആരും അറിയില്ല. നമുക്ക് അവരെ കൂടി ഒന്ന് വിളിക്കാം. അമ്മേ, അമ്മേ, ഓയ് ഇങ്ങ 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 ദിവ്യനും വിളി, ദിവ്യനും വിളി, വേം വിളിക്ക്, വേം പാടോ, ഒന്ന് വേം പാ. ഏയ് അല്ലാടെ വെക്ക്, വേം പാ. നീ ഒരു പാത്രം എടുത്തിട്ട് വന്നാ, എടുത്തിട്ട് വാ, വേം പാ. ഒരു സംഭവം ഉണ്ടോ, ഇങ്ങ് വിളിയോളാ. അച്ഛാ കുറച്ചുകൂടി വലിയ പാത്രം എടുക്ക്. ഇത് ചെറിയ പാത്രം വേം പാ. ഒരു കാര്യമുണ്ട്, വേം പാ. ഗൈസ് വലിയ പാത്രം എടുത്ത് വരുന്നുണ്ടേ, ഒരു കാര്യമുണ്ട്, വാ. ഒരു സംഭവം ഉണ്ടോ, വാ. ഒരു സംഭവം കണ്ടിട്ടുണ്ട്, വാ. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ആ സ്ഥലത്തേക്കാ പോകുന്നത് കേട്ടാ, സംഭവ സ്ഥലത്തേക്ക്. അടിപൊളി സംഭവം തന്നെയാണ്, നിങ്ങൾ കാണേണ്ട തന്നെയാണ്. വാ, ഒരു സംഭവം കാണിച്ചതാ. എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയാ, എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയാ. പറിച്ചിട്ടില്ല, ഇതാ മേലെ ഇടിഞ്ഞു പോകുന്നേ. അതിന്റെ ഉള്ളിൽ നോക്കി നിങ്ങൾ കണ്ടാ. പൊറുക്കി പാത്രത്തിലിട്. ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ഇവിടെ സംഭവം പാത്രത്തിലിടുക. ഇതാ ഈ മണ്ണിടിഞ്ഞോണ്ട് കണ്ടതാണ് കേട്ടാ, മണ്ണിടിഞ്ഞ് വീണോണ്ട് കണ്ടതാണ്. പക്ഷെ ഇത് കണ്ടിതാ പൊന്തി വരുന്നുണ്ട്. ഇതാ കഴിഞ്ഞ കൊല്ലം ഒന്നും ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇവിടെ വന്ന ശേഷം ഈ കുമ്മില് കണ്ടിട്ടില്ല. മുട്ടിതാ, ഇത് കണ്ടാ ഫുള്ള് മൊട്ട് പൊന്തി വരുന്നുണ്ട്. ഇതാ, അപ്പൊ ഇത് പൊന്തിയ മാത്രം കുറച്ചെടുത്താ പോരെ. വിരിഞ്ഞതെല്ലാം അത് വൈകുന്നേരം നോക്കാം. ഫുള്ള് ചീഞ്ഞ് ഏകദേശം ഇന്ന് പറിക്കേണ്ടല്ല, ഇത് കഴിഞ്ഞു കേട്ടോ. ഇതാ ഫുള്ള് പൂവിലാണ്. അത് കഴിച്ചിട്ടുണ്ടോ, ഏകദേശം ഇന്നലെ പറിക്കേണ്ടിയേനു. ഫുള്ളുണ്ട്. വരുന്നെന്നാ അറിയുണ്ട് കേട്ടാ. കാട് പിടിച്ചോണ്ട് വേണ്ട, ഇതിന്റെ ഉള്ളിലാ സംഭവം എല്ലാം ഉള്ളത്. വേണ്ട, ഫുള്ള് പൂവിലാണ്. ഫുള്ള് പൂലങ്ങോളം ഉണ്ട്. അതേപോലെ ഇങ്ങനെ വന്നിട്ട് ഇതാ കുറേ എല്ലാം പോയിന് കേട്ടാ. ഇങ്ങനെ ആരും കാണാത്തൊരു സ്ഥലം കൂടിയാണ്. കല്യാണീച്ചിന്റെ വീടുണ്ടേ, അവരിലോട്ട് പോകുമ്പോ കാണൂലേ, വള്ളിയുള്ളോണ്ട് ഭിത്തിൻ്റെ ഇപ്പുറമാണ്, അതുകൊണ്ട് അവരും ശ്രദ്ധിക്കൂല. അതാ ഇതിന് ആട് നല്ല തായിരുന്നു. ഇവിടെ വൈകിലോട്ടോ, ഇനി വാ. ഇറങ്ങി, ആടെ ഇറങ്ങി. നോക്കിയാ നോക്കിയാ, എന്റെ മോനെ ഇതെല്ലാം പോയതാ. ഇത് പോയിട്ടൊന്നുമില്ല. പോയിട്ടില്ല, ഇല്ലടോ, ഇല്ല. പോയാ മഞ്ഞ കളർ മഴയായോണ്ടാന്നേ. കൊറേ മുട്ടുണ്ട്, അത് വിടരൂലേ അല്ലേ. അത് സംഭവം ഞാൻ കണ്ടേ, ആ കിളി ഇടിഞ്ഞിട്ടില്ല, ചെറുങ്ങനെ ഇടിഞ്ഞപ്പോ ആ ഈ താഴെ വീണ്, അതുകൊണ്ടാ ഞാൻ കണ്ടു. ഇല്ലേ കാണൂല. മഴയായോണ്ടാണ് ഇങ്ങനെ ആയത്, പോയിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പം തന്നെ ആക്കണം. ഇത് ചപ്പിന്റെ ഉള്ളിലായോണ്ടാണ് കാണാത്തെ. ഇപ്പൊ പോയി കണ്ടിട്ടില്ലെങ്കിലുണ്ടല്ലോ ഇത് പിന്നെ സങ്കടാവുന്നു. അപ്പൊ ഗൈസ് ഇന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഇതിന്റെ കാര്യം തീരുമാനമാവുന്നു അല്ലേ. പിന്നെ ഇപ്പൊ കണ്ടിട്ടില്ലെങ്കിൽ ഇന്നല്ല, ഇപ്പം കണ്ടതുകൊണ്ട് നന്നായി. ഏറെക്കുറെ എല്ലാം നല്ല വിരിഞ്ഞിട്ട് ഇങ്ങനെ ആയി. ഇപ്പൊ കാട് പിടിച്ച സ്ഥലം ഇങ്ങനെയായി. ആ കാട് പിടിച്ചോണ്ടാന്ന് കാണാ. ഇനി വലിയൊരു മഴ വരുന്നുണ്ട് അല്ലേ. സപ്ലൈ ആണ് കേട്ടാ. ആദ്യം അതിന്റെ അയൽവക്കത്തുള്ള സപ്ലൈ ചെയ്യുന്നുണ്ട്. സംഭവ സ്ഥലം 0 ഗ്രൗണ്ട് ആയിട്ടുണ്ട് കേട്ടാ. ഇങ്ങനെയുണ്ട്. അങ്ങനെ ഗൈസ് കുമിലെല്ലാം റെഡി ആയിട്ടുണ്ടേ. അപ്പൊ ഞാൻ ചോറ് വിളമ്പിയിട്ടുണ്ട്. അപ്പൊ രണ്ട് ടൈപ്പിലാണ് ഇവിടെ കുമിലാക്കിയിട്ടുള്ളത് കേട്ടാ. ഒന്ന് ഇത് നല്ല മസാല ചേർത്തിട്ടുള്ള കുമിലാണ് കേട്ടാ. അതായത് മസാല, എനിക്ക് മസാല ചേർത്ത് ഇഷ്ടമല്ല. എനിക്ക് എങ്ങനെയാ വെച്ചാല് ഞങ്ങൾ മഞ്ഞളിട്ട് വറ്റിച്ചിട്ട് ഒരു വെളുത്തുള്ളി ചതുക്കിയിട്ടിട്ട് അതിന് മേലെ കാന്താരിയും ചതുക്കിയിട്ടിട്ട് അതിന്റെ മേലെ വെളിച്ചെണ്ണ നനച്ചിട്ടൊരു സാധനമില്ലേ, എനിക്കതാ ഇഷ്ടം കേട്ടാ. അപ്പൊ അങ്ങനെ രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചോറെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല മണമുണ്ട് കേട്ടാ. ചോറിലേക്ക് ഇങ്ങനെ വിളമ്പുന്നുണ്ടേ.
എനിക്ക് ഇതാ ഇഷ്ടം കേട്ടോ, അതുകൊണ്ട് ഇങ്ങനെ ആക്കിനി. ഇത് ചെറിയൊരു മസാല മണം ഉണ്ടാവും ഇനി. നമ്മൾ ഒറിജിനാലിറ്റി ആയിട്ട് തന്നെ തിന്നണം. മസാല വരുമ്പോൾ അതിൻ്റെ ഒരു മണം ടേസ്റ്റ് പോയി. കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പൊത്തി വെക്കുക, ഇവിടെ പൊത്തി വെക്കുന്നുണ്ട്. പിന്നെ ഇതാ അതിൻ്റെ പുറം അരിനെല്ലിക്ക ഉപ്പിലിട്ടാണ് കേട്ടോ. കണ്ടാ മുളകെല്ലാം ഇട്ടിട്ട് ചെറിയ നെല്ലിക്കയില്ലേ, നല്ല ടേസ്റ്റാണ് ഉപ്പിലിട്ടേ. അപ്പോൾ അതുകൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇത് മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ കഴിച്ചോട്ടെ കേട്ടോ എങ്ങനെയുണ്ട്. അടിപൊളി. അപ്പോൾ ഓക്കെ, ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. ബൈ ബൈ.